ഏവർക്കും ഡിഫൻസ് ന്യൂസ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ആയുധപ്പുരയിൽ അനവധിയായുള്ള മിസൈൽ ശേഖരങ്ങളുണ്ട്. പല മുഖ്യധാര മാധ്യമങ്ങളും ഒരുപക്ഷെ നിങ്ങളോട് പറയാത്ത, നിങ്ങൾ അറിയാത്ത അനവധിയായിട്ടുള്ള ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇന്ത്യയിലുണ്ട്. നമ്മുടെ അഭിമാനമായ 3 സേനകൾ, കരസേന, വ്യോമസേന, നാവികസേന, ഈ 3 സേനകളും എങ്ങനെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു ലോകോത്തര ശക്തിയാക്കി മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടായിരിക്കും. രാജ്യസ്നേഹമുള്ള ഓരോ പൗരനും അതറിയാൻ താല്പര്യമുണ്ടായിരിക്കും. എന്നാൽ മുഖ്യധാര മാധ്യമങ്ങൾ അനാവശ്യമായി രാഷ്ട്രീയ കളികളും മറ്റുള്ള വിഷയങ്ങളും കൊണ്ട് നിറയുമ്പോൾ ഇത്തരം വാർത്തകൾ പലരും പ്രസിദ്ധീകരിക്കാറില്ല. ഏറ്റവും പുതിയ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചും സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളോട് പലരും പറയാറില്ല. പറയുന്നെങ്കിൽ തന്നെ നാമമാത്രമായ രീതിയിൽ മാത്രമേ അത് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ഏറ്റവും പുതിയ ആയുധങ്ങളെക്കുറിച്ചും സാങ്കേതിക വിദ്യയെക്കുറിച്ചും നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടി, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി, നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ ഡിഫൻസ് ന്യൂസ് ഇന്ത്യ എന്ന പുതിയ ചാനലിൻ്റെ തുടക്കം. അതുകൊണ്ട് തന്നെ ഏവരും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആശീർവദിക്കുക, ഞങ്ങളുടെ വീഡിയോകൾ കാണുക, വിലയിരുത്തുക. ഈ വീഡിയോയിൽ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് പ്രധാനപ്പെട്ട സർഫസ് ടു എയർ മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈൽ ഷീൽഡ്, എയർ ടു എയർ മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകൾ, ആന്റി റേഡിയേഷൻ മിസൈലുകൾ, സർഫസ് ടു സർഫസ് മിസൈലുകൾ, ആന്റി ഷിപ്പ് മിസൈലുകൾ, ടോർപിഡോകൾ, അന്തർവാഹിനികൾ, അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ വിപുലമായ മിസൈൽ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ പര്യവേഷണം ചെയ്യുന്നു. ഇന്ത്യക്ക് എത്രമാത്രം മിസൈൽ ഉണ്ട് എന്നത് എണ്ണി തിട്ടപ്പെടുത്താൻ ആകില്ല എന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് അത്രമാത്രം ദൈർഘ്യവും ഉണ്ടാകും എന്നതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാതെ വിടരുത്. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് സർഫസ് ടു എയർ മിസൈലുകൾ. ആധുനിക യുദ്ധങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്രായേൽ, ഗാസ, ഉക്രൈൻ യുദ്ധങ്ങളിലെ സംഘർഷങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർണായകമാണ്. ഡ്രോണുകൾ, മിസൈലുകൾ, വിമാനങ്ങൾ തുടങ്ങിയ വ്യോമ ഭീഷണികൾ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയതും പ്രത്യേകിച്ച് ഉക്രൈനിൽ നമ്മളത് കണ്ടു. റഷ്യൻ വ്യോമാക്രമണങ്ങൾ ഉക്രൈൻ അടിസ്ഥാന സൗകര്യങ്ങളെയും മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും പിടിച്ചുലച്ചത് ഇവിടെയാണ്. നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തടയാനും കഴിയും. പ്രധാന ആസ്തികളെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കുന്നു. ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമുക്ക് നിലവിലുള്ള അസ്ഥിരമായ അയൽപക്കത്തിൽ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള വ്യോമാക്രമണങ്ങളെ ചെറുക്കുന്നതിന് വ്യോമ പ്രതിരോധം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഡ്രോണുകളുടെയും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളുടെയും വർദ്ധിച്ചു വരുന്ന ഉപയോഗം. നമ്മുടെ സായുധ സേനയിൽ നിലവിലുള്ള എല്ലാ വ്യോമ പ്രതിരോധങ്ങളും നമുക്കിവിടെ പരിശോധിക്കാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ആകാശ്. നമ്മുടെ സായുധ സേനയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയിലെ ഒരു നിർണായക ഭാഗമാണ് ആകാശ് മിസൈൽ സംവിധാനം. 25 കിലോമീറ്റർ പരിധിയിലുള്ള യുദ്ധവിമാനങ്ങൾ, UAV-കൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ ലക്ഷ്യം വയ്ക്കാനും നിർവീര്യമാക്കാനും ഇതിന് കഴിവുണ്ട്. ഉയർന്ന സ്ഫോടനാത്മകമായ ഫ്രാഗ്മെന്റേഷൻ വാർഹെഡുള്ള ഇത് കമാൻഡ് ഗൈഡൻസിനായി ഒരു ഘട്ടമായുള്ള അറേ റഡാർ ഉപയോഗിക്കുന്നു, കൃത്യത ഉറപ്പാക്കുന്നു. മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് ഇത് വിന്യസിക്കുന്നത് വളരെ വഴക്കവും ദ്രുത പ്രതികരണ ശേഷി നൽകുന്നു. ഇത് ഇന്ത്യൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും നിർണായക ഘടകമാകുന്നു. ഇന്ത്യൻ സായുധ സേനയുടെ ആവശ്യകത നിറവേറ്റുന്നതിനായി DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ഈ ആകാശ് സംവിധാനം. ഇതിന്റെ പരിധി 25 കിലോമീറ്റർ വരെയാണ്. വാർഹെഡ് ആകട്ടെ 60 കിലോഗ്രാം ഭാരമുള്ളത്. ഖര ഇന്ധന റോക്കറ്റ് മോട്ടോറാണ് ഇതിന്റെ പ്രൊപ്പൽഷൻ. ഘട്ടമായുള്ള അറേ റഡാറോടുകൂടിയ കമാൻഡ് ഗൈഡൻസ് ആണ് ഇതിന്റെ ഗൈഡൻസ് സിസ്റ്റം. മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സുമാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. ഇത് വികസിപ്പിച്ചത് DRDO ആണ്. മറ്റൊരു കാര്യം, ആകാശ് NG എന്ന ഇതിന്റെ മറ്റൊരു പതിപ്പ് വികസനത്തിലാണ്. വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആകാശ് സിസ്റ്റത്തിന്റെ വിപുലമായ ഒരു ആവർത്തനമാണ് ആകാശ് NG. ഇതിന്റെ ദൂരപരിധി 80 കിലോമീറ്റർ ആണ്. മെച്ചപ്പെട്ട വേഗതയുള്ള ഒരു മിസൈൽ സംവിധാനമാണ് ഇത്. ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടാർ ഉൾക്കൊള്ളുന്ന ഒരു സജീവ റഡാർ ഹോമിംഗ് ഗൈഡൻസ് സംവിധാനമാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടുതൽ രഹസ്യവും കൂടുതൽ ചടുലവുമായ ലക്ഷ്യങ്ങളെ നേരിടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റമാണ് ബാരക് ഓൺ, അതായത് SR-SAM. ബാരക് ഓൺ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്, അതായത് SAM. ഇത് വിമാനങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈലുകൾ, ആളില്ല ആകാശവാഹനങ്ങൾ അഥവാ UAV-കൾ എന്നിവയുൾപ്പെടെയുള്ള വ്യോമ ഭീഷണികൾക്കെതിരെ ഇന്ത്യൻ നാവിക കപ്പലുകൾ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്നു. ബാരക് 1 ഒരു ലംബ വിക്ഷേപണ സംവിധാനം, അതായത് VLS ഉണ്ട്. കൂടാതെ ഏകദേശം 12 കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്നതിന്
കമാൻഡ് ടു ലൈൻ ഓഫ് സൈറ്റ് അഥവാ കോസ് റഡാർ മാർഗനിർദ്ദേശം ഉപയോഗിക്കുന്നു. ഇതിന്റെ റേഞ്ച് 12 കിലോമീറ്റർ ആണ്. ഇതിന്റെ വാർഹെഡ് 22 കിലോഗ്രാം. സോളിഡ് റോക്കറ്റ് മോട്ടറാണ് ഇതിന്റെ പ്രൊപ്പൽഷൻ. ഗൈഡൻസ് സിസ്റ്റം കമാൻഡ് ഗൈഡൻസ് ആണ്. യുദ്ധക്കപ്പലുകളാണ് ഇതിന്റെ ലോഞ്ച് പ്ലാറ്റ്ഫോം. ഇന്ത്യൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത്. വികസിപ്പിച്ചത് IAI ഇസ്രായേൽ. മറ്റൊന്ന് ബാരക് 8 അഥവാ MR-SAM. DRDOയും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഇടത്തരം ഉപരിതല വായു മിസൈലാണ് ബാരക് 8. വ്യോമ ഭീഷണികളിൽ നിന്ന് നാവിക കപ്പലുകളെയും കരയിലെ ആസ്തികളെയും സംരക്ഷിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഇത് ഒരു സജീവ റഡാർ സീക്കറിന്റെ മാർഗനിർദ്ദേശത്തിൽ വ്യോമ ഭീഷണികളിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളിൽ ലംബ വിക്ഷേപണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ റേഞ്ച് ആകട്ടെ 70 മുതൽ 100 കിലോമീറ്റർ ആണ്. വാർഹെഡ് 60 കിലോഗ്രാം. ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടറാണ് ഇതിന്റെ പ്രൊപ്പൽഷൻ. ഗൈഡൻസ് സിസ്റ്റം ആക്റ്റീവ് റഡാർ സീക്കർ. ഇതിന്റെ ലോഞ്ച് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കപ്പൽ അധിഷ്ഠിത ലംബ വിക്ഷേപണ സംവിധാനങ്ങളാണ്. അത് മാത്രമല്ല ഗ്രൗണ്ട് അധിഷ്ഠിത വിക്ഷേപണ സംവിധാനവും ഇതിന്റെ ലോഞ്ച് പ്ലാറ്റ്ഫോമിൽ പെടുന്നു. ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും ഇന്ത്യൻ സൈന്യവും ഇത് ഉപയോഗിക്കുന്നു. ഇത് വികസിപ്പിച്ചത് നമ്മുടെ DRDOയും ഇസ്രായേൽ എയറോസ്പേസ് ഏജൻസിയായ IAIയുമാണ്. ഇനി മറ്റൊന്നാണ് ഇന്ത്യയുടെ തുറുപ്പുചീട്ട് S-400 ട്രയംഫ്. റഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് S-400 ട്രയംഫ്. വിമാനങ്ങൾ, ആളില്ലാ ആകാശവാഹനങ്ങളായ UAVകൾ, ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ തരം വ്യോമ ഭീഷണി കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നേരിടാനും ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇതിന് പരമാവധി 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള കഴിവുണ്ട്. ഇതിന്റെ റേഞ്ച് ആകട്ടെ 400 കിലോമീറ്റർ വരെയാണ്. വാർഹെഡ് 180 കിലോഗ്രാം. ഫ്രാഗ്മെന്റേഷൻ. ഖര ഇന്ധന റോക്കറ്റ് മോട്ടറാണ് ഇതിന്റെ പ്രൊപ്പൽഷൻ. ആക്റ്റീവ് റഡാർ ഹോമിംഗ് ആണ് ഇതിന്റെ ഗൈഡൻസ് സിസ്റ്റം. ഇതിന്റെ പ്രധാനപ്പെട്ട ലോഞ്ച് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മൊബൈൽ ലോഞ്ചറുകളാണ്. ഇന്ത്യൻ വ്യോമസേനയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. വികസിപ്പിച്ചത് അൽമാസ് ആൻഡ് റഷ്യ. ഇനി അടുത്തത് ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ SR-SAM. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വികസിപ്പിച്ചെടുത്ത ഒരു നൂതന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ VLSR-SAM. വിമാനങ്ങൾ, ഡ്രോണുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന SR-SAM ഒരു സോളിഡ് പ്രൊപ്പല്ലന്റ് റോക്കറ്റ് മോട്ടോർ, വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം, 80 കിലോമീറ്റർ പ്രവർത്തന പരിധി എന്നിവ ഉൾപ്പെടുന്നു. ഇനി അടുത്തതാണ് സ്പൈഡർ. റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു നൂതന വ്യോമ പ്രതിരോധ സംവിധാനമാണ് സ്പൈഡർ. അതായത് സർഫസ് ടു എയർ പാറ്റൺ ആൻഡ് ഡെർബി മിസൈൽ സംവിധാനം. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ തരം വ്യോമ ഭീഷണികളെ തടയാനും നശിപ്പിക്കാനും ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ദ്രുതഗതിയിലുള്ള വിന്യാസത്തിന് ഈ സംവിധാനത്തിന് കഴിവുണ്ട്. ഇത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളരെ വഴക്കമുള്ളതും ഫലപ്രദവുമാണ്. ഇന്ത്യ, സിംഗപ്പൂർ, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ സ്പൈഡർ സിസ്റ്റത്തിന്റെ ഉപഭോക്താക്കളിൽ ഉൾപ്പെടുന്നു. മറ്റൊന്നാണ് ഇഗ്ല, അതായത് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം. വളരെ ഫലപ്രദമായ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റഷ്യൻ വംശജനായ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം, മാൻ പാഡ്സ് ആണ് ഇഗ്ല. ഒരു വ്യക്തി മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഇത് ഒരു ഇൻഫ്രാറെഡ് ഹോമിംഗ് മാർഗനിർദ്ദേശം അനുസരിച്ച് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവയെ കൃത്യതയോടെ ലക്ഷ്യമിടുന്നു. പരമ്പരയിലെ ഏറ്റവും പുതിയ ഇഗ്ല എസ് വേരിയന്റിന് 6 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. സിസ്റ്റത്തിന്റെ പോർട്ടബിലിറ്റിയും വിന്യസിക്കാനുള്ള എളുപ്പവും കാരണം കരസേനയ്ക്ക് വൈവിധ്യമാർന്നതും വിശ്വസനീയവുമായ ഒരു ഓപ്ഷനാക്കി ഇതിനെ മാറ്റുന്നു. മറ്റൊന്ന് 9K-35 Strela 10. 9K-35 Strela 10 സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ ഹ്രസ്വദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ്. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കുമെതിരെ കരസേനയ്ക്ക് വ്യോമ പ്രതിരോധം നൽകുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കരസേനയ്ക്ക് എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മുടെ കവചിത വാഹന നിരകൾക്കും യന്ത്രവൽകൃത കാലാൾ പടയ്ക്കും. ഈ സിസ്റ്റം ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് മാർഗനിർദ്ദേശം ഉപയോഗിക്കുകയും നേരിട്ട് ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നു. ട്രാക്ക് ചെയ്ത വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇത് വ്യത്യസ്ത ടെറൈനുകളിൽ ചലനശേഷി വാഗ്ദാനം ചെയ്യുന്നു. വേഗത്തിൽ വിന്യസിക്കാനും കഴിയും. ടട്ടിൽ ഫോർ റെഡി ടു ലോഞ്ച് മിസൈലുകൾ വഹിക്കുന്നു. കൂടാതെ വാഹനത്തിനുള്ളിൽ അധിക റീലോഡുകളുമുണ്ട്. ഇനി അടുത്തതായി 9K-33 ഓസ.
1960-കളിൽ സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ ഹ്രസ്വദൂര തന്ത്രപരമായ ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് 9K-33 ഓസ. ഇസ്രയേലെ പോലെ തന്നെ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയ്ക്കെതിരെ കരസേനയ്ക്ക് വ്യോമ പ്രതിരോധം നൽകുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 6 ചക്രങ്ങളുള്ള കരയിലും വെള്ളത്തിലും ചലിക്കുന്ന വാഹനത്തിലാണ് ഈ സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് വൈവിധ്യമായ ഭൂപ്രദേശങ്ങളിലും സാഹചര്യങ്ങളിലും പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്നു. ലക്ഷ്യനിർണ്ണയത്തിനും ട്രാക്കിങ്ങിനുമായി ഓസയിൽ ഒരു സംയോജിത റഡാർ സംവിധാനമുണ്ട്. കൂടാതെ 25 മീറ്റർ മുതൽ 5 കിലോമീറ്റർ വരെ ഉയരത്തിനുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയും. റേഡിയോ കമാൻഡുകൾ ഉപയോഗിച്ച് അതിൻ്റെ മിസൈലുകൾ അവയുടെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. ഇന്ത്യൻ സൈന്യം ഓസ സിസ്റ്റം ഉപയോഗിച്ച് വരുന്നു. ഇത് സൈന്യത്തിൻ്റെ വ്യോമ പ്രതിരോധ ശേഷിയുടെ ഒരു പ്രധാന ഘടകമായി മാറ്റുന്നു. അടുത്തത് S-125 പെച്ചോറ. സോവിയറ്റ് കാലഘട്ടത്തിലെ സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് S-125 പെച്ചോറ. താഴ്ന്നതും ഇടത്തരവുമായ ഉയരത്തിലുള്ള വ്യോമ പ്രതിരോധം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 1960-കളിൽ വികസിപ്പിച്ചെടുത്ത പെച്ചോറ 35 കിലോമീറ്റർ വരെ ദൂരപരിധിയും 25 മീറ്റർ മുതൽ 17 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള കവറേജുമുള്ള 2 ഘട്ട ഖര ഇന്ധന മിസൈലുകൾ ഉപയോഗിക്കുന്നു. ലക്ഷ്യനിർണ്ണയത്തിനും ട്രാക്കിങ്ങിനുമായി ഒരു റഡാർ ഗൈഡൻസ് സിസ്റ്റം ഇതിൽ ഉൾക്കൊള്ളുന്നു. കൂടാതെ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും കഴിയും. ഈ സിസ്റ്റം ഒരു മൊബൈൽ സിസ്റ്റമാണ്. കൂടാതെ ട്രാക്ക് ചെയ്തതോ ചക്രങ്ങളുള്ളതോ ആയ വാഹനങ്ങളിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ക്യൂബ് SA-6 ഗെയിൻഫുൾ. സോവിയറ്റ് കാലഘട്ടത്തിലെ ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ്. 1950-കളിലും 60-കളിലും വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനത്തിൽ മൊബിലിറ്റിക്കായി ട്രാക്ക് ചെയ്ത വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന 3M9 മിസൈൽ ഉൾപ്പെടുന്നു. ലക്ഷ്യനിർണ്ണയത്തിനും ട്രാക്കിങ്ങിനുമുള്ള റഡാർ സംവിധാനങ്ങളുമുണ്ട്. ക്യൂബിന്റെ പ്രവർത്തനശേഷി ഏകദേശം 25 കിലോമീറ്ററാണ്. കൂടാതെ 12 കിലോമീറ്റർ വരെ ഉയരത്തിൽ വിമാനങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയും. ഒരു പഴയ സംവിധാനമാണെങ്കിലും താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങൾക്കെതിരായ അതിന്റെ ഫലപ്രാപ്തിക്കായി ഇത് നവീകരിക്കപ്പെടുകയും ഇന്ത്യൻ സൈന്യത്തിന്റെ സേവനത്തിൽ തുടരുകയും ചെയ്യുന്നു. അടുത്തത് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് അതായത് AAD. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പരിപാടിയിലെ ഒരു പ്രധാന ഘടകമാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ. താഴ്ന്ന ഉയരത്തിൽ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടഞ്ഞ് നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഇത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO വികസിപ്പിച്ചെടുത്ത AAD മിസൈൽ ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുള്ള ഇന്റർസെപ്ഷനുള്ള പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ ഉൾപ്പെടുന്ന 2 തട്ടുകളുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. AAD മിസൈൽ വിജയകരമായി പരീക്ഷിക്കുകയും ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ ശക്തമായ ഒരു കവചം ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ട് ഒന്നിലധികം തവണ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താനുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ട്. PADയുമായി ചേർന്ന് ഈ സംവിധാനം ഇന്ത്യയുടെ തന്ത്രപരമായ വ്യോമ പ്രതിരോധ ശേഷികളുടെ ഒരു നട്ടെല്ലാണ്. അടുത്തത് പൃഥ്വി എയർ ഡിഫൻസ്, അതാണ് മേൽപ്പറഞ്ഞ PAD. പ്രദ്യുപ്ന ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്റ്റർ എന്നറിയപ്പെടുന്ന പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പരിപാടിയുടെ ഒരു പ്രധാന ഭാഗമാണ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത PAD ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ബാഹ്യ അന്തരീക്ഷ തടസ്സപ്പെടുത്തലിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 2006-ൽ ഇത് വിജയകരമായി പരീക്ഷിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ഇസ്രായേൽ എന്നിവയ്ക്ക് സമാനമായ ഒരു ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയും മാറി. പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ അതിന്റെ ഇന്റർസെപ്റ്ററായി ഉപയോഗിക്കുന്നു. ഖര ഇന്ധനമുള്ള ആദ്യഘട്ടവും ദ്രാവക ഇന്ധനമുള്ള 2ാം ഘട്ടവുമുള്ള 2 ഘട്ട മിസൈലാണ് PDV. ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികൾക്കെതിരെ സമഗ്രമായ സംരക്ഷണം നൽകുന്നതിന് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന PAD മിസൈൽ ഇന്ത്യയുടെ 2 തല പ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ ഭാഗമാണ്. അടുത്തത് എയർ ടു എയർ മിസൈലുകളാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് എയർ ടു എയർ മിസൈലുകളാണ്. ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം തന്നെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ്. വിഷ്വൽ റേഞ്ച് ഇടപെടലുകളുടെ വർധനവ്, മിസൈലുകളിലെയും അവയുടെ മാർഗനിർദ്ദേശ സംവിധാനങ്ങളിലെയും മെച്ചപ്പെടുത്തൽ എന്നിവയോടെ ആധുനിക വ്യോമ പോരാട്ടം വികസിച്ചു. ഇത് മെറ്റിയർ, അസ്ത്ര തുടങ്ങിയ നൂതന എയർ ടു എയർ മിസൈലുകളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എയർ ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് യുദ്ധവിമാനങ്ങൾ സജ്ജീകരിക്കുന്നത് നമ്മുടെ എതിരാളികൾക്കെതിരായ വ്യോമ പോരാട്ടത്തിൽ മുൻതൂക്കം നിലനിർത്തുന്നത് ഉറപ്പാക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയും നാവികസേനയും വിശാലമായ എയർ ടു എയർ മിസൈലുകൾ ഉപയോഗിക്കുന്നു. ആ മിസൈലുകളുടെ ഒരു പട്ടിക ഇതാ. അസ്ത്ര MKI ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ഈ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾക്ക് വളരെ ഉയർന്ന കൃത്യമായ ലക്ഷ്യങ്ങളുമായുള്ള ഇടപെടലിനായി സജീവ റഡാർ ഹോമിങ്ങുമുണ്ട്.
അതിന്റെ ഏറ്റവും പുതിയ വകഭേദങ്ങളിൽ 110 കിലോമീറ്റർ വരെ ദൂരപരിധി ഉള്ളതിനാൽ ശത്രു വിമാനങ്ങളെ നേരിട്ട് ആക്രമിക്കാനും വാൾചേ സാഹചര്യങ്ങളിലും ഇത് ആക്രമിക്കാനും പ്രാപ്തമാണ്. അടുത്തത് അസ്ത്ര MK2. അത് വികസന ഘട്ടത്തിലാണ്. അതിന്റെ റേഞ്ച് 160 കിലോമീറ്റർ വരെ വരുന്നു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത മിസൈലാണ്. വിവിധ യുദ്ധവിമാനങ്ങളിൽ സംയോജിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. മറ്റൊന്ന് പൈത്തൺ 5. ഇസ്രായേലിന്റെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ഒരു നൂതന എയർ ടു എയർ മിസൈലാണ് പൈത്തൺ 5. ഇൻഫ്രാറെഡ് ഹോമിംഗ് സീക്കർ, ഉയർന്ന മാനുവറബിലിറ്റി, ലോക്ക് ഓൺ ആഫ്റ്റർ ലോഞ്ച് ശേഷി എന്നിവ ഇതിന്റെ സവിശേഷതകളാണ്. ഇത് ലക്ഷ്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ അനുവദിക്കുന്നു. ഇതിന്റെ റേഞ്ച് 20 കിലോമീറ്റർ വരെയാണ്. 11 കിലോഗ്രാം ഭാരമുള്ള ഒരു വാർഹെഡ് ഉണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇസ്രയേലിന്റെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ് ഇത് വികസിപ്പിച്ചത്. അടുത്തത് ഡെർബി. റഫേൽ വികസിപ്പിച്ചെടുത്ത ഡെർബി ഒരു മീഡിയം റേഞ്ച് ആക്റ്റീവ് റഡാർ ഗൈഡൻസ് എയർ ടു എയർ മിസൈലാണ്. ഇതിന് ദൃശ്യപരിധിക്കപ്പുറമുള്ള കഴിവുകളും ഫയർ ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇതിന്റെ റേഞ്ച് 50 കിലോമീറ്റർ വരെയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത്. അടുത്തത് R-73. സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര ഇൻഫ്രാറെഡ് ഗൈഡൻസ് എയർ ടു എയർ മിസൈലാണ് R-73. ഓഫ് ബോർ സൈറ്റ് ശേഷിക്കും ഹെൽമറ്റ് ഘടിപ്പിച്ച കാഴ്ച സംവിധാനങ്ങളുമായുള്ള അനുയോജ്യതയ്ക്കും പേരുകേട്ട ഇതിന് ഉയർന്ന കൃത്യതയോടെ പോരാട്ട സാഹചര്യങ്ങളിലും ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും കഴിയും. ഇത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോഗ് ഫൈറ്റുകളിൽ വളരെ അപകടകരമായ ഒരു മിസൈൽ സംവിധാനമാണ്. മറ്റൊന്ന് R-77. AIM-120 AMRAAM എന്നെ അപേക്ഷിച്ച് R-77 ഒരു ആധുനിക റഷ്യൻ ആക്റ്റീവ് റഡാർ ഗൈഡൻസ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. ഉയർന്ന ചടുലതയ്ക്കും ഏകദേശം 80 കിലോമീറ്റർ ദൂരപരിധിക്കുമായി ഇതിനൊരു സവിശേഷ ലാറ്റിസ് ഫിൻ ഡിസൈനുണ്ട്. ഇതിന്റെ ദൂരപരിധി 80 കിലോമീറ്റർ വരെയാണ്. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് വികസിപ്പിച്ചത്. ഇതിന്റെ പ്രധാന പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് MiG-29 സുഹോയ് 30 MKI-യുമാണ്. മറ്റൊന്ന് മൈക്ക. MBDA വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ച് എയർ ടു എയർ മിസൈലാണ് മൈക്ക. ഇൻഫ്രാറെഡ് ആക്റ്റീവ് റഡാർ ഗൈഡൻസ് വേരിയന്റുകളിൽ ഇത് ലഭ്യമാണ്. റഫേൽ മിറാഷ് 2000 പോലുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളുമായി ഇത് പൊരുത്തപ്പെടുന്നു. കൂടാതെ സുഹോയ് 30 MKI വിമാനങ്ങളിൽ നിന്ന് ഇത് വിജയകരമായ പരീക്ഷണ വിക്ഷേപണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ റേഞ്ച് 60 കിലോമീറ്റർ വരെയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രധാന പ്ലാറ്റ്ഫോമുകൾ മിറാഷ് 2000, റഫേൽ, സുഹോയ് 30 MKI. മറ്റൊന്ന് മെറ്റിയോർ. MBDA വികസിപ്പിച്ചെടുത്ത ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് മെറ്റിയോർ. 150 കിലോമീറ്ററിലധികം സുസ്ഥിരമായ ത്രസ്റ്റിനും ദീർഘദൂര ശേഷിക്കുമായി ഒരു അതുല്യമായ റാംജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഇത് ഉപയോഗിക്കുന്നു. ഉയർന്ന വേഗതയും ഉയർന്ന നോ എസ്കേപ്പ് സോണും ഉള്ളതിനാൽ ഇത് നമ്മുടെ എതിരാളികളെക്കാൾ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് പോരാട്ടത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ മികവ് സ്ഥാപിക്കുന്നു. ഇതിന്റെ പരിധി 180 കിലോമീറ്ററിൽ കൂടുതലാണ്. ഇതിന്റെ പ്രധാന പ്ലാറ്റ്ഫോം റഫേൽ വിമാനങ്ങളാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. MBDA ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇനി വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകൾ. ബന്ദറുകൾ, എയർഫീൽഡുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നിവയുൾപ്പെടെ ഭൂതല ലക്ഷ്യങ്ങൾക്കെതിരെ ദീർഘദൂര കൃത്യതയുള്ള ആക്രമണശേഷി എയർ ടു സർഫസ് മിസൈലുകൾ നൽകുന്നു. സുഹോയ് 30 MKI, ജാഗ്വർ, റാഫേൽ തുടങ്ങിയ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ്, നിർഫൈ, സ്കാൾപ്പ് തുടങ്ങിയ മിസൈലുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. കൂടാതെ തേജസ് വിമാനങ്ങൾ ഉപയോഗിച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് NG വികസന ഘട്ടത്തിലാണ്. ബ്രഹ്മോസ് A ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സൂപ്പർ സോണിക് മിസൈലാണ് ബ്രഹ്മോസ് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ. കര, കടൽ ലക്ഷ്യങ്ങൾക്കെതിരായ കൃത്യമായ ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇതിന് മാക് 2.8 മുതൽ 3 വരെ വേഗത്തിൽ സഞ്ചരിക്കാനും അതിന്റെ ഏറ്റവും പുതിയ വകഭേദങ്ങളിൽ 450 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാനും കഴിയും. സുഹോയ് 30 MKI പോലുള്ള വലിപ്പമുള്ള യുദ്ധവിമാനങ്ങളുമായി മാത്രമേ ഈ മിസൈലിനെ സംയോജിപ്പിക്കാൻ സാധിക്കൂ. ഇതിന്റെ പരിധി 400 കിലോമീറ്റർ വരെയാണ്. 200 മുതൽ 300 കിലോ വരെയുള്ള വാർഹെഡ് വഹിക്കാൻ ഇതിന് കഴിയും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വികസിപ്പിച്ചത് ബ്രഹ്മോസ് എയറോസ്പേസ് ആണ്, അതായത് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭം. ഇനി അടുത്തത് നിർഫൈ മിസൈൽ. DRDO വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച സബ്സോണിക് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലാണ് നിർഭൈ. ഇത് 1000 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ളതും പരമ്പരാഗതമോ അല്ലെങ്കിൽ ആണവ പോർമുനകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തതോ ആണ്. ഇതിന്റെ പരിധി 1000 കിലോമീറ്റർ വരെയാണ്. ന്യൂക്ലിയർ അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെഡുകൾ വഹിക്കാൻ ഇതിന് കഴിയും. ഇതിന്റെ പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് ടർബോഫാൻ എഞ്ചിനാണ്. ഇതിന്റെ ലോഞ്ച് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വിവിധ വിമാനങ്ങൾക്കായി ആസൂത്രണം ചെയ്തത്.
ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യൻ സൈന്യത്തിനും വേണ്ടി ആസൂത്രണം ചെയ്ത മിസൈലാണ് വികസിപ്പിച്ചത് DRDO. അടുത്തത് സ്കാൽപ്പ്, അതായത് സ്റ്റോം ഷാഡോ മിസൈൽ. MBDA വികസിപ്പിച്ചെടുത്ത ദീർഘദൂര എയർ ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോ എന്ന സ്കാൽപ്പ്. പ്രധാനമായും യൂറോപ്യൻ സേനകളാണ് ഇത് ഉപയോഗിക്കുന്നത്. 500 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇതിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ആഴത്തിനുള്ള സ്ട്രൈക്ക് ദൗത്യങ്ങളിലെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾക്കായുള്ള കൃത്യതയുള്ള മാർഗനിർദ്ദേശ സംവിധാനവും ഉൾപ്പെടുന്നു. ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ റാഫേലുമായി പൊരുത്തപ്പെടുന്ന ഒരു മിസൈലാണ്. 560 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. 450 കിലോമീറ്റർ വാർഹെഡ് വഹിക്കാൻ ഇതിന് കഴിയും. ഇതിൻ്റെ പ്രധാന വിക്ഷേപണ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ റാഫേൽ വിമാനങ്ങളാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. വികസിപ്പിച്ചെടുത്തത് യൂറോപ്യൻ മിസൈൽ ഡെവലപ്പർ കൺസോർഷ്യമായ MBDA ആണ്. അടുത്ത മിസൈൽ റാംബേജ് മിസൈൽ. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും IMI സിസ്റ്റംസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു എയർ ലോഞ്ച്ഡ് സ്റ്റാൻഡ് ഓഫ് പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലാണ് റാംബേജ്. വളരെ കഠിനമായ ലക്ഷ്യങ്ങളിൽ തുളച്ചു കയറുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് 250 കിലോമീറ്റർ കൂടുതലുള്ള റേഞ്ചിൽ കൃത്യമായ സ്ട്രൈക്കുകൾ നൽകുന്നതിന് GPS മാർഗനിർദ്ദേശവും ഇനേർഷ്യൽ നാവിഗേഷനും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പരിധി 150 മുതൽ 250 കിലോമീറ്ററാണ്. വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടിയാണ് ഈ മിസൈൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് AIAIയും ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് IMIയും ചേർന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അടുത്തത് AGM-114 ഹെൽ ഫയർ എയർ ടു ഗ്രൗണ്ട് ലേസർ ഗൈഡഡ് മിസൈലാണ്. AGM-114 ഹെൽ ഫയർ പ്രധാനമായും ആന്റി ആർമർ ആവശ്യങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഇത് ബങ്കറുകൾ പോലുള്ള വിവിധ തരത്തിലുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായി ആക്രമണം നടത്താൻ കഴിവുള്ള ഒരു മൾട്ടിഫിഷൻ ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ഗ്രൗണ്ട് വെഹിക്കിളുകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഹെൽഫയർ വിക്ഷേപിക്കാൻ കഴിയും. കൂടാതെ ആധുനിക സംഘർഷങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ പരിധി 8 മുതൽ 11 കിലോമീറ്റർ വരെയാണ്. 8 മുതൽ 9 കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇന്ത്യൻ നാവികസേനയാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വികസിപ്പിച്ചതാകട്ടെ അമേരിക്കയിലെ ലോക്ഹീഡ് മാർട്ടിൻ. ഇനി ആന്റി റേഡിയേഷൻ മിസൈലുകൾ. വ്യോമാധിപത്യത്തിന് നിർണായകമായ ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കുന്നതിന്, അതായത് സീഡ്, സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ്, അതാണ് സീഡ്. അതിനുവേണ്ടി ആന്റി റേഡിയേഷൻ മിസൈലുകൾ പ്രധാനമാണ്. ഈ മിസൈലുകൾ റഡാറുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നു. ഇത് കൂടുതൽ വ്യോമാക്രമണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് രുദ്രം 1. ഇതിൻ്റെ പരിധി 200 കിലോമീറ്റർ വരെയാണ്. ഇതിൻ്റെ പ്രധാന വിക്ഷേപണ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ സുഹോയ് 30 MKI ആണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. വികസിപ്പിച്ചത് DRDO. രുദ്രം 2 അത് വികസന ഘട്ടത്തിലാണ്. അതിൻ്റെ റേഞ്ച് 300 കിലോമീറ്റർ വരെയാണ്. നമ്മുടെ സുഹോയ് 30 MKIയിൽ നിന്ന് ഇതിനോടകം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം DRDO. ഇനി അടുത്തതായി സർഫസ് ടു സർഫസ് മിസൈലുകൾ. ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന മാരകമായ മിസൈലുകൾ. ശത്രുവിൻ്റെ ഇൻസ്റ്റലേഷനുകൾ, ലോജിസ്റ്റിക്, മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ കൃത്യതയുള്ള ആക്രമണങ്ങൾക്ക് സർഫസ് ടു സർഫസ് മിസൈലുകൾ അത്യാവശ്യമാണ്. വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുന്നതിനും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിനും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ തന്ത്രപരമായ പ്രാധാന്യം റഷ്യ-ഉക്രൈൻ യുദ്ധത്തിലെ പാഠങ്ങളിലൂടെ നമ്മെ കാണിച്ചു തന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ശത്രുതാപരമായ അയൽക്കാർക്കെതിരായ ഒരു പ്രതിരോധമായും ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനുള്ള ഒരു മാർഗമായും SSMകൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത തന്ത്രപരമായ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി 1. ഏകദേശം 150 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ദ്രുത വിന്യാസത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് പ്രധാനമായും ഇന്ത്യൻ സൈന്യം യുദ്ധക്കളത്തിലെ സപ്പോർട്ടിനായി ഉപയോഗിക്കുന്നു. മിഡ് കോഴ്സ് മാർഗനിർദ്ദേശത്തിനും ടെർമിനൽ കൃത്യതയ്ക്കുമായി ഒരു ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം കൊണ്ട് ഇത് സജ്ജീകരിച്ചിരിക്കുന്നു. യുദ്ധക്കളത്തിലെ ഉപയോഗത്തിനായി ഒരു മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോൾ പ്ലാറ്റ്ഫോം വഴി ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഇതിൻ്റെ പരിധി 150 കിലോമീറ്ററാണ്. 1000 കിലോ വാർഹെഡ് വഹിക്കാൻ ഇതിന് കഴിയും. അത് പരമ്പരാഗതമോ ആണവ വാർഹെഡോ ആകാം. മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നാണ് ഇത് പ്രധാനമായും വിക്ഷേപിക്കുന്നത്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. DRDO വികസിപ്പിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം INS ആണ്. സിംഗിൾ സ്റ്റേജ് ലിക്വിഡ് ഫ്യൂവൽ റോക്കറ്റ് മോട്ടോറാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ. ഇനി അടുത്തത് പൃഥ്വി 2. പൃഥ്വി പരമ്പരയുടെ നൂതന പതിപ്പായ പൃഥ്വി 2 ഏകദേശം 250 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. മെച്ചപ്പെട്ട കൃത്യതയാണ് ഇതിൻ്റെ സവിശേഷത. കൂടാതെ
പരമ്പരാഗതവും ആണവ പോർമുനകളും വഹിക്കാൻ കഴിയും. ഇത് തന്ത്രപരമായ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്രദമാണ്. മെച്ചപ്പെട്ട കൃത്യതയ്ക്കായി മെച്ചപ്പെട്ട INSഉം GPS-ഉം പ്രാപ്തമാക്കിയ മിഡ്കോഴ്സ് മാർഗനിർദ്ദേശവും ഇതിൻ്റെ സവിശേഷതയാണ്. ദ്രുത വിന്യാസത്തിനായി ഇതിൻ്റെ കമാൻഡ് സിസ്റ്റം ഇന്ത്യയുടെ മൊബൈൽ ലോഞ്ചർ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ പരിധി 250 കിലോമീറ്ററാണ്. 1000 കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കാൻ കഴിയും. അത് പരമ്പരാഗതവും ആണവവുമായ വാർഹെഡുകൾ. മറ്റുള്ളതെല്ലാം തന്നെ നേരത്തെ പൃഥ്വി 1 കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ഉപയോക്താക്കൾ ഇന്ത്യൻ വ്യോമസേനയാണ്. പൃഥ്വി 3, അതിൻ്റെ പേര് പൃഥ്വി 3യുടെ പേര് ധനുഷ് എന്നാണ്. 350 കിലോമീറ്റർ പരിധിയുള്ള ഒരു നാവിക വകഭേദമാണ് ധനുഷ്. കര കടൽ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ കപ്പലിൽ നിന്ന് വിന്യസിക്കാവുന്നതാണ്. കൃത്യമായ ലക്ഷ്യത്തിനായി നൂതന ഇനേർഷ്യൽ GPS സഹായത്തോടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗിക്കുന്നു. ഡൈനാമിക് മിഷൻ ക്രമീകരണങ്ങൾക്കായി തത്സമയ കമാൻഡ് ഇൻപുട്ടുകൾ ഉപയോഗിച്ച് നാവിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്നു. ഇതിൻ്റെ വാർഹെഡിന് 1000 കിലോഗ്രാം വഹിക്കാൻ കഴിയും. അതും പരമ്പരാഗതമോ ആണവവുമായ വാർഹെഡുകൾ. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. DRDO വികസിപ്പിച്ചെടുത്തത്. ഇതിൻ്റെ ലോഞ്ച് പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ കപ്പലാണ്. ഇനിയാണ് നമ്മുടെ വീരശൂര പരാക്രമികളായ അഗ്നി മിസൈൽ പരമ്പര. അഗ്നി 1 ഏകദേശം 700 മുതൽ 1200 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. അതായത് IRBM. ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധത്തിന്റെ ഒരു പ്രധാന ഘടകമാണിത്. ഇത് വളരെ ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്ന ഒരു മിസൈലാണ്. വിന്യാസ സമയത്ത് സുരക്ഷിതമായ ആശയവിനിമയം ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യയുടെ തന്ത്രപരമായ കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കിനുള്ളിൽ ഇത് പ്രവർത്തിപ്പിക്കുന്നു. ഇതിൻ്റെ പരിധി 700 മുതൽ 1200 കിലോമീറ്റർ വരെയാണ്. വാർഹെഡ് 1000 കിലോഗ്രാം വഹിക്കാൻ കഴിയും. അതും പരമ്പരാഗതവും ആണവ വാർഹെഡും വഹിക്കാൻ കഴിയും. സിംഗിൾ സ്റ്റേജ് ഖര ഇന്ധന റോക്കറ്റ് മോട്ടറാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ. GPS-ഓട് കൂടിയ INS ആണ് ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം. മൊബൈൽ റോഡ് റെയിൽ ലോഞ്ചറുകൾ എന്നിവയിൽ നിന്നെല്ലാം തന്നെ ഇത് വിക്ഷേപിക്കാൻ കഴിയും. ഇന്ത്യൻ ആർമിയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. വികസിപ്പിച്ചത് DRDO. അഗ്നി 2 2000-3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ MRBM. അതാണ് അഗ്നി 2. പ്രാദേശിക എതിരാളികൾക്കെതിരായ ഇന്ത്യയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിനായി തന്ത്രപരമായ പ്രതിരോധത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മികച്ച മിഡ്കോഴ്സ് മാർഗനിർദ്ദേശത്തിനും ഗ്രൗണ്ട് അധിഷ്ഠിത സിസ്റ്റങ്ങളിൽ നിന്നുള്ള തത്സമയ അപ്ഡേറ്റുകൾക്കുമായി റിംഗ് ലേസർ ഗിയറുകളുള്ള INS സവിശേഷതകൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുമായി പൂർണ്ണമായും സംയോജിപ്പിച്ചിരിക്കുന്നു. പരിധി 2000 മുതൽ 3000 കിലോമീറ്റർ വരെ. വാർഹെഡ് 1000 കിലോഗ്രാം. 2 ഘട്ടങ്ങളുള്ള ഖര ഇന്ധന റോക്കറ്റ് മോട്ടോറാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ. GPS-ഓട് കൂടിയ INS ആണ് ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം. മൊബൈൽ റോഡ് റെയിൽ ലോഞ്ചറുകളിൽ നിന്നത് വിക്ഷേപിക്കാൻ കഴിയും. ഇന്ത്യൻ ആർമിയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്തതാണ്. അഗ്നി 3 3000 മുതൽ 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അഗ്നി 3 ശത്രുപ്രദേശത്തിനുള്ളിലെ ആഴത്തിനുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഉപയോഗപ്രദമായ കൃത്യതയുള്ള ലക്ഷ്യത്തിനായി നൂതന നാവിഗേഷൻ സജ്ജീകരിച്ചിരിക്കുന്നതുമായ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ IRBM ആണ്. ഉയർന്ന കൃത്യതയ്ക്കായി മൈക്രോ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ സപ്പോർട്ടുള്ള നൂതന INS ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ തന്ത്രപരമായ മിസൈൽ നിയന്ത്രണ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഇത് നിയന്ത്രിക്കപ്പെടുന്നു. 3000 മുതൽ 5000 കിലോമീറ്റർ വരെയാണ്. ഇതിന്റെ വാർഹെഡ് 1500 കിലോഗ്രാം ആണ്. ഇന്ത്യൻ ആർമിയാണ് ഇത് ഉപയോഗിക്കുന്നത്. മൊബൈൽ റോഡ് ലോഞ്ചറുകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലോഞ്ച് പ്ലാറ്റ്ഫോം. DRDO വികസിപ്പിച്ചത്. ഇനി അടുത്തത് അഗ്നി 4 4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു IRBM ആണ്. അഗ്നി 4 മെച്ചപ്പെട്ട അതിജീവനത്തിനായി മികച്ച കൃത്യതയും റീ എൻട്രി സാങ്കേതിക വിദ്യയും ഉൾക്കൊള്ളുന്നു. വളരെ കൃത്യമായ ലിങ്ക് ലേസർ ഗൈറോയും കൃത്യമായ ടാർഗറ്റിങ്ങിനായി നൂതന ഓൺബോർഡ് സോഫ്റ്റ്വെയറും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് INS സിസ്റ്റം സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ കാനിറ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം ഇന്ത്യയുടെ കേന്ദ്രീകൃത കമാൻഡ് ഘടനയ്ക്ക് കീഴിൽ വേഗത്തിലും സുരക്ഷിതവുമായുള്ള വിന്യാസം സാധ്യമാക്കുന്നതാണ്. ഇതിൻ്റെ പരിധി 4000 മുതൽ 5000 കിലോമീറ്റർ വരെയാണ്. വാർഹെഡ് 1000 കിലോഗ്രാം. പ്രധാനപ്പെട്ട ഉപയോക്താക്കൾ ഇന്ത്യൻ ആർമി തന്നെയാണ്. DRDO വികസിപ്പിച്ചത്. മറ്റൊന്ന് അഗ്നി 5 5500 കിലോമീറ്റർ ദൂരപരിധിയുള്ള അടുത്തിടെ MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരീക്ഷിച്ച ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. MIRV എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. അതാണ് MIRV. അഗ്നി 5-ന് ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാനും വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും കഴിയും. ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. മെച്ചപ്പെട്ട മിഡ്കോഴ്സ്
ടെർമിനൽ മാർഗനിർദ്ദേശത്തിനായി ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന വളരെ കൃത്യമായ INS ഉപയോഗിക്കുന്നു. വിദൂര പ്രവർത്തനത്തിനായി സുരക്ഷിതമായ ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിപുലമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി ഇത് സംയോജിപ്പിച്ചിരിക്കുന്നു. 5500 കിലോമീറ്ററാണ് പരിധി. 1500 കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ കഴിയും. 3 ഘട്ടമായുള്ള ഖര ഇന്ധന റോക്കറ്റ് മോട്ടോറാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ. GPS-ഉം റിംഗ് ലേസർ ഗെയറോസ്കോപ്പുമുള്ള INS ആണ് ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം. മൊബൈൽ റോഡ് റെയിൽ ലോഞ്ചറുകളാണ് ഇതിൻ്റെ ലോഞ്ച് പ്ലാറ്റ്ഫോമുകൾ. ഇന്ത്യൻ ആർമിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ DRDO തന്നെയാണ് വികസിപ്പിച്ചത്. ഇനി മിസൈൽ അഗ്നി P, അതായത് അഗ്നി പ്രൈം, 1000 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള നൂതനമായ ഭാരം കുറഞ്ഞ എന്നാൽ മെച്ചപ്പെട്ട കൃത്യത ഉൾക്കൊള്ളുന്നതുമായ നെക്സ്റ്റ് ജനറേഷൻ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ MRBM ആണ് അഗ്നി പ്രൈം. ഉയർന്ന കൃത്യതയ്ക്കും പ്രവർത്തനത്തിനും വേണ്ടി ഉപഗ്രഹ സഹായത്തോടെയുള്ള നൂതന INS ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സായുധ സേനയ്ക്ക് വേണ്ടി ഭാവിയിൽ ഇത് വിന്യസിക്കപ്പെടും. മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാം. GPS-ഓടുകൂടിയ INS ആണ് ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം. 2 ഘട്ടമുള്ള ഖര ഇന്ധന മോട്ടോറാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ. പരമ്പരാഗതവും ആണവവുമുള്ള വാർഹെഡ് വഹിക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാന മിസൈലാണ് ശൗര്യ. 700 മുതൽ 1900 കിലോമീറ്റർ ദൂരപരിധിയുള്ള കാനിസ്റ്റർ ലോഞ്ച് ഹൈപ്പർസോണിക് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ SRBM ആണ് ശൗര്യ. റഡാറുകളെ ഒഴിവാക്കി ന്യൂക്ലിയർ അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെഡുകൾ കൃത്യതയോടെ വഹിക്കാൻ കഴിവുള്ള ഈ മിസൈൽ കനത്ത പ്രഹരശേഷിയുള്ളതാണ്. ഇതിൻ്റെ പരിധി 1900 കിലോമീറ്റർ വരെയാണ്. വാർഹെഡ് ആകട്ടെ ന്യൂക്ലിയർ അല്ലെങ്കിൽ പരമ്പരാഗത ഖര ഇന്ധന റോക്കറ്റ് മോട്ടോറാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ. GPS-ഓടുകൂടി INS ആണ് ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം. മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ DRDO തന്നെയാണ് രൂപകൽപ്പന. അടുത്ത പ്രധാന മിസൈലാണ് പ്രഹർ. യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങളിൽ വേഗത്തിലുള്ള വിന്യാസത്തിനും ഉയർന്ന കൃത്യതയ്ക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 150 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു തന്ത്രപരമായ SRBM ആണ് പ്രഹർ. വളരെ കൃത്യമായ ഹ്രസ്വ ദൂര ലക്ഷ്യത്തിനായി ഒരു മൈക്രോ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. യുദ്ധക്കളത്തിലെ പൊരുത്തപ്പെടലിനും വേഗത്തിനുള്ള പ്രതികരണത്തിനുമായി മൊബൈൽ കമാൻഡ് യൂണിറ്റുകൾ വഴി പ്രവർത്തിപ്പിക്കുന്നു. ഇതിൻ്റെ പരിധി 150 കിലോമീറ്ററാണ്. 200 കിലോഗ്രാം പരമ്പരാഗത വാർഹെഡ് വഹിക്കാൻ ഇതിന് കഴിയും. DRDO വികസിപ്പിച്ചത് ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്നു. ലോഞ്ച് പ്ലാറ്റ്ഫോം റോഡ് മൊബൈൽ ലോഞ്ചറുകളാണ്. INS GPS ആണ് ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം. മറ്റൊരു പ്രധാന മിസൈലാണ് പ്രളയ്. 150 മുതൽ 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള, അതായത് സർഫസ് ടു സർഫസ് മിസൈലാണ് പ്രളയ്. പരമ്പരാഗത യുദ്ധങ്ങളിൽ കൃത്യമായ ആക്രമണങ്ങൾക്കായി നൂതന നാവിഗേഷൻ സംവിധാനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. തന്ത്രപരമായ സാഹചര്യങ്ങളിൽ കൃത്യമായ ആക്രമണങ്ങൾക്കായി ശക്തമായ INS-ഉം GPS സഹായത്തോടെയുള്ള സംവിധാനവും ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമാണ് ഇത് ഉപയോഗിക്കുന്നത്. 350 മുതൽ 700 കിലോഗ്രാം വരെ പരമ്പരാഗത വാർഹെഡ് വഹിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇത് വികസിപ്പിച്ചത് DRDO. ഇനി അടുത്ത മിസൈലുകളാണ് കപ്പൽ വേദ മിസൈലുകൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മോസ് ആൻറ്റി ഷിപ്പ് വേരിയന്റ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ 450 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള നാവിക കപ്പലുകളെ കൃത്യതയോടെ ലക്ഷ്യമിടാൻ കഴിവുള്ളതാണ്. ഇത് മാക് 2.8 മാക് 3 വേഗതയിൽ സഞ്ചരിക്കുന്നു. കൂടാതെ നൂതനമായ സ്കിമ്മിംഗ് സാങ്കേതിക വിദ്യയും ഇതിനുണ്ട്. കൃത്യതയ്ക്കായി GPS DRONAS സഹായത്തോടെയുള്ള മാർഗനിർദ്ദേശ സംവിധാനങ്ങളോടുകൂടിയ അത്യാധുനിക ഇനേർഷ്യൽ നാവിക സംവിധാനവും ഇതിലുണ്ട്. ടെർമിനൽ മാർഗനിർദ്ദേശത്തിനായി ഇതൊരു ആക്റ്റീവ് റഡാർ സീക്കർ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പരിധി 290 മുതൽ 450 വരെയാണ്. ഉപയോക്താക്കൾ ഇന്ത്യൻ നാവികസേന, ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ വ്യോമസേനയാണ്. അടുത്തത് ഹാർപൂൺ. 280 കിലോമീറ്റർ ദൂരപരിധിയുള്ള US നിർമ്മിത സബ്സോണിക് ആൻറ്റി ഷിപ്പ് മിസൈലാണിത്. US നാവികസേനയുടെ മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇത് ഉപയോഗിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ P-8I വിമാനങ്ങളിൽ നിന്നും ഇത് തൊടുക്കാൻ സാധിക്കും. ഇത് വികസിപ്പിച്ചത് USA-യുടെ ബോയിങ് കമ്പനിയാണ്. ഇന്ത്യൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത്. 221 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ കഴിയും. അടുത്തത് എക്സോസെറ്റ്. എക്സോസെറ്റ് എന്നത് ഫ്രാൻസിൽ നിർമ്മിച്ച ഒരു കപ്പൽ വേദ മിസൈലാണ്. ഇത് കണ്ടെത്താനും തടസ്സപ്പെടുത്താനും പ്രയാസമാണ്. ഫോക്ലാൻഡ് യുദ്ധം പോലുള്ള, അതായത് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള യുദ്ധമാണ് ഫോക്ലാൻഡ് വാർ, അതുപോലുള്ള സംഘർഷങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉപരിതല കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ, തീരദേശ ബാറ്ററികൾ എന്നിവയിൽ നിന്ന് ഈ മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും. ഇന്ത്യൻ നാവികസേനയുടെ കാൽവരി ക്ലാസ് അന്തർവാഹിനികൾ ഈ മിസൈലിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. 40 മുതൽ 200 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഇതിൻ്റെ വിക്ഷേപണ പ്ലാറ്റ്ഫോം
കാൽവരി ക്ലാസ് സബ്മറൈൻസ് ആണ്. ഇന്ത്യൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത് MBDA ഫ്രാൻസ്. മറ്റൊരു KH-35 ഉറാൻ, AS-20 കയാക്ക്. KH-35 ഉറാൻ ഒരു റഷ്യൻ സബ്സോണിക് കപ്പൽ വേദ മിസൈലാണ്. കടലിലേക്ക് സ്കിമ്മിംഗ് ഫ്ലൈറ്റ് പാത്തുള്ള ഇതിന് സമാനമായ രൂപകൽപ്പനയും കഴിവുകളും കാരണം US ഹാർപൂൺ മിസൈലിനോട് താരതമ്യപ്പെടുത്താം. ഇതിൻ്റെ റേഞ്ച് 130 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. 145 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ കഴിയും. ഇന്ത്യൻ നാവികസേന ഇത് ഉപയോഗിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ എയർക്രാഫ്റ്റ് കാരിയറിലുള്ള MiG-29K ഇതിൻ്റെ പ്രധാനപ്പെട്ട വിക്ഷേപണ പ്ലാറ്റ്ഫോമാണ്. അടുത്തത് നേവൽ ആന്റിഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹെലികോപ്റ്റർ വിക്ഷേപിക്കാവുന്ന കപ്പൽവേദ മിസൈലാണ് NASM-SR. ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ തദ്ദേശീയമായ ആകാശത്തു നിന്നുള്ള കപ്പൽവേദ ക്രൂയിസ് മിസൈലാണിത്. 55 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച്. DRDO വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ആസൂത്രണം ചെയ്തതാണ്. ഇനി അടുത്തത് സീ ഡെവിൾ. 1970കളുടെ അവസാനത്തിൽ വികസിപ്പിച്ചെടുത്ത ബ്രിട്ടീഷ് കപ്പൽവേദ മിസൈലാണ് സീ ഈഗിൾ. ഇന്ത്യൻ നാവികസേനയുടെ സീ ഹാരിയർ വിമാനങ്ങളിലും അത് റിട്ടയറായ വിമാനങ്ങളിലാണ് വെസ്റ്റ്ലാൻഡ് സീ കിങ് ഹെലികോപ്റ്ററുകളിലും ഈ മിസൈൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ പരിധി 110 കിലോമീറ്റർ ആണ്. ഇന്ത്യൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത്. വികസിപ്പിച്ചെടുത്തത് BAE സിസ്റ്റംസ്. ഇനി നമുക്ക് പ്രധാനമായും പരിശോധിക്കാനുള്ളത് ഇന്ത്യയുടെ ടോർപിഡോകൾ അതിൽ പ്രധാനപ്പെട്ടതാണ് വരുണാസ്ത്ര. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യൻ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി NSTL വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ഹെവി വെയ്റ്റ് ടോർപിഡോയാണ് വരുണാസ്ത്ര. അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും. ടോർപിഡോയിൽ GPS അധിഷ്ഠിത ലൊക്കേഷൻ സഹായം, നൂതനമായ ഒരു ഓട്ടോണമസ് ഗൈഡൻസ് സിസ്റ്റം എന്നിവയുണ്ട്. കൂടാതെ 40 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. അടുത്തത് സീഹെക് മോഡ് 4. അറ്റ്ലസ് ഇലക്ട്രോണിക്സ് നിർമ്മിച്ച ജർമ്മൻ നിർമ്മിത ഫൈബർ ഓപ്റ്റിക് വയർ ഗൈഡൻസ് ഹെവി വെയ്റ്റ് ടോർപിഡോയാണ് സീഹെക് മോഡ് 4. ഇതിന് 50 കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയും 50 നോട്ടിക്സിൽ കൂടുതൽ വേഗതയുമുണ്ട്. വൈഡ് ആംഗിൾ ടാർഗറ്റ് കണ്ടെത്തലിനായി ടോർപിഡോയിൽ ഒരു കൺഫോർമൽ അറേ സോണാർ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ആഴം കുറഞ്ഞതും ആഴത്തിലുള്ളതുമായ വെള്ളത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ റേഞ്ച് 50 മുതൽ 140 കിലോമീറ്റർ വരെയെന്ന് 250 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ കഴിയും. ഇന്ത്യൻ അന്തർവാഹിനികളാണ് ഇതിൻ്റെ വിക്ഷേപണ പ്ലാറ്റ്ഫോം. ഇന്ത്യൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത്. MK-54 ടോർപിഡോ. MK-54 ഒരു ആഴം കുറഞ്ഞ ആൻറ്റി സബ്മറൈൻ ടോർപിഡോ ആണ്. ഉപരിതല കപ്പലുകൾ, ഹെലികോപ്റ്ററുകൾ, ഫിക്സഡ് വിങ് വിമാനങ്ങൾ എന്നിവയിൽ നിന്ന് വിന്യസിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന MK-54 ആധുനിക ഡീസൽ, ഇലക്ട്രിക്, ന്യൂക്ലിയർ അന്തർവാഹിനികൾക്കെതിരെ ഫലപ്രദമാണ്. ഇതിൻ്റെ പരിധി 9 കിലോമീറ്റർ ആണ്. 44 കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ കഴിയും. ഇന്ത്യൻ നാവികസേന ഇത് ഉപയോഗിക്കുന്നു. വികസിപ്പിച്ചത് റേത്തിയോൺ ടെക്നോളജീസ്. APR-3E ടോർപിഡോ. APR-3E എന്നത് 800 കിലോമീറ്റർ വരെ ആഴത്തിലും 43 നോട്ടിൽ കൂടുതൽ വേഗതയിലും അന്തർവാഹിനികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു റഷ്യൻ എയർബോൺ ലൈറ്റ് ആൻറ്റി സബ്മറൈൻ അക്വസ്റ്റിക് ഹോമിംഗ് ടോർപിഡോ ആണ്. ഇതിൻ്റെ പരിധി 2.5 മുതൽ 3 കിലോമീറ്റർ വരെയാണ്. ഇന്ത്യൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത്. വികസിപ്പിച്ചെടുത്തത് ടാക്ടിക്കൽ മിസൈൽ കോർപ്പറേഷൻ, റഷ്യയാണ്. സ്മാർട്ട് ടോർപിഡോ എന്നത് ഒരു മിസൈലിൻ്റെ ദൂരവും ടോർപിഡോയുടെ അണ്ടർ വാട്ടർ ടാർഗറ്റിംഗ് കൃത്യതയും സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഒരു കപ്പലിൽ നിന്ന് വിക്ഷേപിച്ച ശേഷം സിസ്റ്റം ഒരു മിസൈൽ ഉപയോഗിച്ച് ടോർപിഡോയെ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യമേഖലയിലേക്ക് കൊണ്ടുപോകുന്നു. ലക്ഷ്യസ്ഥാനത്ത് അടുത്തെത്തി കഴിഞ്ഞാൽ ടോർപിഡോ വെള്ളത്തിലേക്ക് വിടുന്നു. അവിടെ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കുന്നതിന് അതിൻ്റെ മാർഗനിർദ്ദേശ സംവിധാനം സജീവമാകുന്നു. ഇതിന് 650 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുണ്ട്. അന്തർവാഹിനി വിരുദ്ധ ആയുധ സംവിധാനമാണിത്. അടുത്തതായി അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ, അതായത് SLBMകൾ. കര, വായു, കടലധിഷ്ഠിത ആണവ വിതരണ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന വിശ്വസനീയമായ ഒരു ആണവ ട്രയാഡ് സ്ഥാപിക്കുന്നതിൽ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനം നിർണായകമാണ്. K-15, K-4 പോലുള്ള SLBMകളുടെ വിന്യാസം ഇന്ത്യയുടെ രണ്ടാമത്തെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നു. കര, വ്യോമ ആസ്തികൾ ശത്രു ആക്രമണത്തിൽ നിർവീര്യമാക്കപ്പെട്ടാലും അന്തർവാഹിനികളിൽ നിന്ന് നമുക്ക് ഫലപ്രദമായി തിരിച്ചടിക്കാൻ കഴിയുമെന്ന് ഇത് ഉറപ്പാക്കുന്നു. പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിനും സാധ്യതയുള്ള എതിരാളികളെ തടയുന്നതിനും ഈ തന്ത്രപരമായ പ്രതിരോധം അത്യന്താപേക്ഷിതമാണ്. ആണവ ട്രയാഡുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ.
K-15 സാഗരിക SLBM, അതായത് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ. K-15 സാഗരിക ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിൻ്റെ പ്രധാന ഭാഗമാണ്. ഇത് അന്തർവാഹിനി അധിഷ്ഠിത സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി പ്രാപ്തമാക്കുന്നു. ഇതിൻ്റെ ഒതുക്കമുള്ള രൂപകൽപ്പന അണ്ടർ വാട്ടർ സെലോയിൽ നിന്ന് വിക്ഷേപിക്കാൻ സഹായിക്കുന്നു. ഇത് തന്ത്രപരമായ പ്രതിരോധം ഉറപ്പാക്കുന്നു. ഇതിൻ്റെ പരിധി 750 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെയാണ്. ഇത് ഹ്രസ്വ മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ എന്ന് തരംതിരിച്ചിരിക്കുന്നു. 1000 കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ കഴിയും. പരമ്പരാഗതമോ ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ കഴിയും. ഇതിൻ്റെ ഉപയോക്താക്കൾ ഇന്ത്യൻ നാവികസേനയാണ്. അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ അന്തർവാഹിനികളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും. ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം ഉയർന്ന കൃത്യതയ്ക്കായി GPS ഓഗ്മെന്റേഷനോടുകൂടിയ ഇനേർഷ്യൽ നാവികർ പ്രൊപ്പൽഷൻ, 2 ഘട്ടങ്ങളുള്ള ഖര ഇന്ധന റോക്കറ്റ് മോട്ടോർ, വാർഹെഡ് 1000 കിലോഗ്രാം. അടുത്തതായി K4 എന്നത് ഒരു ആണവശേഷിയുള്ള അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. അതായത് SLBM. ഏകദേശം 3500 കിലോമീറ്റർ ദൂരപരിധി ഇതിനുണ്ട്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO രൂപകൽപ്പന ചെയ്ത ഇത് ഇന്ത്യൻ നാവികസേനയുടെ അരിഹന്ത് ക്ലാസ് ആണവ അന്തർവാഹിനികളിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയും. ഇത് രാജ്യത്തിന്റെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മിസൈലിന്റെ ഖര ഇന്ധന പ്രൊപ്പൽഷനും ഇന്റർമീഡിയറ്റ് റേഞ്ചും ബംഗാൾ ഉൾക്കടലിനുള്ളിലെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ നിന്നോ മറ്റ് ജലാശയങ്ങളിൽ നിന്നോ എതിരാളികളെ ലക്ഷ്യമിടാനുള്ള തന്ത്രപരമായ കഴിവ് നൽകുന്നു. 2024 ഡിസംബറിൽ INS അരിഘട്ടിൽ നിന്നുള്ള വിജയകരമായ വിക്ഷേപണം ഉൾപ്പെടെയുള്ള സമീപകാല പരീക്ഷണങ്ങൾ KL4ന്റെ പ്രവർത്തന സന്നദ്ധത പ്രകടമാക്കി. ഇത് ഇന്ത്യയുടെ ആണവ ട്രയാഡ് കഴിവുകളിൽ ഗണ്യമായ പുരോഗതിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പരിധി 3500 കിലോമീറ്ററാണ്. വാർഹെഡ് 2000 കിലോഗ്രാം ന്യൂക്ലിയർ അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെഡ്. സോളിഡ് റോക്കറ്റ് മോട്ടോറാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ. GPS കൂടിയ ഇനേർഷ്യൽ നാവിഗേഷനാണ് ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം. അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളാണ് ഇതിൻ്റെ വിക്ഷേപണ പ്ലാറ്റ്ഫോം. ഇന്ത്യൻ നാവികസേനയാണ് ഈ മിസൈൽ ഉപയോഗിക്കുന്നത്. വികസിപ്പിച്ചത് DRDO. വ്യോമ പ്രതിരോധം, ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള ആക്രമണം, ടാങ്ക് വിരുദ്ധ പോരാട്ടങ്ങൾ, കപ്പൽ വിരുദ്ധ യുദ്ധങ്ങൾ, നാവിക മിസൈൽ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ള ഇന്ത്യയുടെ മിസൈൽ വികസന പരിപാടികൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഗവേഷണ ഏജൻസികൾ ഇപ്പോൾ സ്വന്തമായ റഡാർ ഗൈഡൻസ്, ഇൻഫ്രാറെഡ് ഗൈഡൻസ് സംവിധാനങ്ങളും പ്രൊപ്പൽഷൻ സംവിധാനങ്ങളും നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് തുടരുന്നതിലൂടെ ഏതൊരു സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സേന നന്നായി സജ്ജരാണെന്ന് ഉറപ്പാക്കുന്നു. കൂടാതെ നമ്മുടെ ദേശീയ താൽപ്പര്യങ്ങൾ വളരെ ശക്തമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു.